അല്പസമയം മുൻപ് മൃതദേഹം ഹരിപ്പാട്ടേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് നിതിൻ അംബുജൻ നൽകിയത്. അശ്വിൻ പാലാഴി ഹരിപ്പാട്ടെ വസതിയിൽ നിന്ന് തത്സമയ വിശദാംശങ്ങളുമായുണ്ട്. അശ്വിൻ, മൃതദേഹം എപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞത്. 6 മണിയോടുകൂടി മൃതദേഹം വെളിപ്പാടുള്ള വീട്ടിലെത്തിക്കും. അവിടെ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ അതിനുശേഷമായിരിക്കും തുടങ്ങുക. നിലവിൽ ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയ ഒരു തിരക്ക് ഈ രാജേഷിന്റെ മരണവാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രാജേഷ്. രാജേഷിന്റെ ഏക ജോലിയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒപ്പം ഈ ഇളയ മകൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കുട്ടിയുടെ ചികിത്സ നടക്കുകയായിരുന്നു. അതുകൂടാതെ മകന്റെ പഠന ചിലവ്, വീട് വെച്ചതിന്റെ ലോണ്, ഒപ്പം ഈ ഒഴിവു സമയങ്ങളിൽ രാജേഷ് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ വാങ്ങാനായി എടുത്ത ലോണ് അതൊക്കെ ഒരു ബാധ്യതയായി നിലനിൽക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ മരണം കൂടി ഉണ്ടാകുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാനാവുന്നതല്ല. നിലവിൽ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർ മുൻകൈയെടുത്ത് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ നാട്ടുകാരുടെ ഒരു വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രഖ്യാപനമൊക്കെ വന്നെങ്കിലും അത് ഉടൻ തന്നെ ഇവരുടെ കയ്യിലേക്ക് എത്തിയാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം പോലും ഉണ്ടാവുകയുള്ളൂ. നിത്യച്ചെലവ് ജോലി ചെയ്ത് കണ്ടെത്തുന്ന ഒരു കുടുംബമായിരുന്നു രാജേഷിന്റേത് എന്നുള്ളതും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 6 മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. മൃതദേഹം അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു. അത് അല്പസമയത്തിനുള്ളിൽ ഏകദേശം 5:30 ഹരിപ്പാട്ട വസതിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. 6 മണിയോടെ ഹരിപ്പാട്ടെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഏതായാലും ഒരു കുടുംബത്തിന്റെ അത്താണിയെയാണ് നഷ്ടമായത്. ഇതിൽ ആരുടെ അനാസ്ഥ, ആർക്കാണ് ഉത്തരവാദിത്തം എന്ന ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.